ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ സിലബസിലെ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ആ സെക്ഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. സോ നമുക്കറിയാം, ഒരു വർക്കർ അയാളുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു ശതമാനം സമയവും ചിലവാക്കുന്നത് അയാളുടെ വർക്ക് ഏരിയയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ശതമാനം സമയം വർക്ക് ഏരിയയിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും ജീവിതത്തിൽ സബലീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഇയാൾ ഈ വർക്ക് ഏരിയയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നത്. ഈ ലക്ഷ്യങ്ങൾ സബലീകരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്ക് ചെയ്യുന്ന വഴി ഇയാൾക്കൊരു വേജ് കിട്ടും. ആ വേജ് ഉപയോഗിച്ചാണ് അയാളുടെ ലക്ഷ്യങ്ങൾ സബലീകരിക്കുന്നത്. ഇൻഡയറക്ട്ലി ഇയാളുടെ ലക്ഷ്യം, ആ വർക്കറുടെ ലക്ഷ്യം സബലീകരിക്കുന്നതിനോടൊപ്പം ഏതൊരു ഓർഗനൈസേഷനിലാണോ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന് ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗോൾസ് എല്ലാം അതുവഴി ആ ഓർഗനൈസേഷനും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈ ഓർഗനൈസേഷൻ്റെ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ വർക്കറുടെ വേജ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. സോ ഈ വേജ് സിസ്റ്റമാണ് ഒരു എംപ്ലോയിയെ അയാളെ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. ഇനി ഈ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ഫിനാൻഷ്യൽ ആവണമെന്നില്ല. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ മണി, അത് മണിയിൽ മാത്രം ഉൾക്കൊള്ളുന്നൊരു കാര്യമല്ല. അതൊരു ഫിനാൻഷ്യലും ആവാം, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ വേജ് സിസ്റ്റം എപ്പോഴും എംപ്ലോയീസിനെ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം, ഈ വേജ് പ്രോപ്പറായിട്ട് കൊടുക്കാത്ത കാരണമാണ് ഇന്ന് പല ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവേണ്ട ഒരു കാരണം. സോ നമ്മളെപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് ഒരു പ്രധാന ഘടകമാണ് ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ലേബർ പ്രോബ്ലംസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഒരു പരിധിയല്ല, നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനുണ്ടാവും ഒരു നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ. അത് മാത്രമല്ല, നമ്മുടെ കറക്റ്റ് ഒരു പ്രോപ്പർ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസുമായിട്ടും ഒരു നല്ല സഹകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എംപ്ലോയർ എന്ന് പറയുന്നതാണ് ജോലി കൊടുക്കുന്ന ആൾ, എംപ്ലോയി എന്ന് പറയുന്ന ആളാണ് ആ ജോലി ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് നല്ലതാക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഘടകമാണ് ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലേബർ ടേൺ ഓവറും കുറയ്ക്കാൻ കഴിയും നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയാസമയങ്ങളിലുണ്ടാകുന്ന ഒരിടത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ലേബർ മാറിപ്പോകുന്നത്, ഒരു കമ്പനി വിട്ട് വേറൊരു കമ്പനി. അപ്പോൾ നല്ലൊരു വേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ട്രെയിനിങ്ങിന് ചിലവാക്കുന്ന കാശൊക്കെ ആ കമ്പനിക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം സമയാസമയങ്ങളിൽ അവിടുത്തെ ജോലിക്കാർ റിസൈൻ ചെയ്ത് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്നവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് കാശ് സ്പെൻഡാവും. ആ സ്പെൻഡാവുന്ന കാശൊക്കെ നഷ്ടത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. സോ അത് നമുക്ക് കുറവാക്കാൻ പറ്റും. അതാണ് ഇറ്റ് വിൽ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. സോ ഇതൊക്കെയാണ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതും അതിൻ്റെ ആവശ്യകതയും. ഇനി നമുക്ക് ഈ വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എനേബിൾ ദ എംപ്ലോയി ടു ഏൺ എ ഗുഡ് ആൻഡ് റീസണബിൾ സാലറി ഓർ വേജ്. അപ്പോൾ ഇത് സഹായിക്കും നമ്മുടെ എംപ്ലോയീസിന് നല്ലതും റീസണബിളുമായിട്ടുള്ളൊരു സാലറി കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് പേയ്സ് ഇക്വിറ്റബിൾ സംസ് ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അവോയ്ഡിങ് അനോമലീസ്. അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിന് അവരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊരു വേജ് കൊടുക്കാൻ കഴിയും. ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ടു ദ എംപ്ലോയി.
അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം ആൻഡ് അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതായത് ഒരാൾക്ക് എന്തുകൊണ്ട് ഇത്രയും വേജ് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് എന്തുകൊണ്ട് അയാളുടെ ആ ഒരു വേജ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും, പല ആൾക്കാർക്കും ഒരേ സാലറിയും വരുമ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമല്ല അതെന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എംപ്ലോയർ റിലേഷൻഷിപ്പ് നല്ലതാകത്തുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് റിവാർഡ്സ് ആൻഡ് എൻകറേജ് ഹൈ ക്വാളിറ്റി വർക്ക്. എപ്പോഴും നല്ലൊരു ഗുഡ് വേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത്രത്തോളം നല്ലതായിരിക്കും. അതാണ് ഇറ്റ് റിവാർഡ്സ് ആൻഡ് എൻകറേജ് ഹൈ ക്വാളിറ്റി വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ് ടു അക്സെപ്റ്റ് ദ ചേഞ്ചസ് ഇൻ മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്. അതായത് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും അവരുടെ ആ വർക്കിങ്ങിൻ്റെ മെത്തേഡും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് നല്ലൊരു സാലറി എനിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ആ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യും. അതല്ല, എനിക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വേജ് കറക്റ്റ് പ്രോപ്പർ അല്ല എങ്കിൽ എനിക്ക് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ മടിയായിരിക്കും. എന്തിനേയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആ പോയിൻ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻകറേജ് എംപ്ലോയീസ് ടു യൂസ് ദെയർ ഇനിഷ്യേറ്റീവ് ആൻഡ് ഡിസ്ക്രീഷൻ. അതായത് എംപ്ലോയീസിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയും. ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വമേധയാ ഞാനൊരു ഇൻവോൾവ് ചെയ്ത് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ ആസ് എംപ്ലോയീസ് നല്ല ഒരു സാറ്റിസ്ഫൈഡ് എംപ്ലോയി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നത്തിൽ ഞാൻ ചെന്ന് ഇടപെട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കും. അതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് വെച്ചേക്കുന്നു, അപ്പോൾ പ്രോഗ്രാംസ് വയ്ക്കുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് എംപ്ലോയി ആണെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിൽ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, അല്ലാതെ ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ മാറി നിൽക്കും. അതായത് എനിക്ക് സാലറി തരുന്ന ഇന്നതിന് വേണ്ടിയാണ്, ഞാൻ എന്തിന് അതിലൊക്കെ തലയിടണമെന്നും പറഞ്ഞ് മാറിയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നല്ലൊരു വേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസ് നല്ല ഇനിഷ്യേറ്റീവ് എടുക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ, അത് വേണ്ട, ഇന്നത് വേണ്ട, അത് ആ ഓർഗനൈസേഷന് നല്ലതിന് വേണ്ടി പലതും ഒഴിവാക്കും. Then next one is it encourage employees to develop better methods of working. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ മെത്തേഡ്, ചിലപ്പോൾ ഒരു നോർമൽ മെത്തേഡിലായിരിക്കും അവർ പറയുന്നത്, അതായത് ടോപ്പ് അതോറിറ്റീസ് പറയുന്ന ഒരു മെത്തേഡിലായിരിക്കും അത് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ആശയം വന്നു, അതായത് ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞാൻ ഒരിക്കലും ആ മെത്തേഡോട് പോകും. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ, ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് റിവാർഡ്സ് ആൻഡ് എൻകറേജ് ഹൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ എംപ്ലോയിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും അത്രത്തോളം ഹൈ ആയിരിക്കും. നോർമൽ കിട്ടാവുന്നതിനേക്കാളും ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ, ഇറ്റ് മോട്ടിവേറ്റ്സ് എ ടീം സ്പിരിറ്റ് ആൻഡ് കോപ്പറേഷൻ. അതായത് ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ്, ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു സെക്ഷനിലുള്ള ആൾക്കാർ, ആ ആൾക്കാരിനിടയിൽ ഒരു നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതായത് ഒരു എംപ്ലോയറും ഒരു ജോലി തരുന്ന ആളും ജോലി എടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് ഒരു നല്ല രീതിയിലാണ് സാലറി തരികയാണെങ്കിൽ എനിക്ക് ആ തരുന്ന എംപ്ലോയറിനടുത്ത് ഒരു ബഹുമാനം ഉണ്ടാകും. അയാൾ എന്ത് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും. അതല്ല, ആ എംപ്ലോയർ എനിക്ക് നല്ല സാലറി തരുന്നില്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഇക്വലൻ്റായിട്ടുള്ള വേജ് എനിക്ക് തരുന്നില്ല എങ്കിൽ ഞാൻ എന്തിനേയും ആ എംപ്ലോയർ പറയുന്ന എന്തിനേയും എനിക്ക് എതിർക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് മോശമാവും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഗീവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. അതായത് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ആവശ്യത്തിനുള്ള വേജ് എനിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഞാൻ ആ ജോബിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആ ജോബിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ആ ജോബിനോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി കാട്ടിക്കൂട്ടുന്നതായി പോകും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊമോട്ട്സ് പീസ് ആൻഡ് ഹാർമണി ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു സമാധാനവും ഒരു ഏകോപനവും ഉണ്ടാവും. സമാധാനം അല്ല, ഇപ്പോൾ ഈ വേജ് പ്രോപ്പർ അല്ലാത്തത് കാരണമാണ് നമുക്കറിയാം ഈ തൊഴിലാളി സമരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു വേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. എ ഗുഡ് വേജ് സിസ്റ്റം വിൽ മേക്ക് ദ അഡ്മിനിസ്ട്രേഷൻ ഈസിയർ. ഒരു നല്ലൊരു വേജ് സിസ്റ്റം നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും, പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. കാരണം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാൻ ഒരു വഴിയുമില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് മൊത്തത്തിൽ നമ്മൾ ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ എന്ത് കാര്യത്തിലും എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വേജിന് വേണ്ടിയാണ് അല്ലേ? അതൊരു ചാരിറ്റി ആണെങ്കിലും ശരി, നമുക്ക് അത്യാവശ്യം വേണ്ടത് വേണം അല്ലേ? അപ്പോൾ ഒരു വേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ വേജ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതെങ്കിൽ ആ ജോബിൽ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോബും വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ദെയർ ബൈ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. സോ ഇത്രയാണ് നമ്മുടെ നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എത്ര ടൈപ്പ് ഓഫ് വേജസ് ഉണ്ടെന്ന് നോക്കാം. അതായത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന വേജ് പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോമിനൽ വേജ് എന്ന് പറയും. സോ നോമിനൽ വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ടു എ വർക്കർ ഇൻ ക്യാഷ് for the effort put in by him in an industry and no other advantages to the worker is made. അതായത് ഒരു ജോലിക്കാരനുണ്ട് എങ്കിൽ ആ ജോലിക്കാരൻ എത്ര എമൗണ്ട് ഓഫ് ജോലി ചെയ്യുന്നോ ആ ചെയ്യുന്ന ജോലിക്ക് മാത്രം കൊടുക്കുന്ന വേജിനെയാണ് നോമിനൽ വേജ് എന്ന് പറയുന്നത്. അതായത് അയാൾ ചെയ്യുന്ന ജോലിക്ക് മാത്രം ക്യാഷ്. അതായത് ചില ടൈപ്പ് ഓഫ് ജോബുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ നമുക്കറിയാം കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ അവിടുത്തെ എംപ്ലോയീസിന് അവർ സാലറി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ഇത്ര രൂപ, 2 മണിക്കൂറിന് ഇത്ര രൂപ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ബോണസ് ഇല്ല, ബാക്കി ആനുകൂല്യങ്ങളൊന്നുമില്ല, ഇൻസെൻറ്റീവ് ഇല്ല, ഇത്തിരി അധികം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, റിവാർഡ്സ് ഒന്നുമില്ല, പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. അതായത് ചെയ്യുന്ന ജോലിക്ക് മാത്രം കൊടുക്കുന്ന വേജ്, അങ്ങനെ ടൈപ്പ് ഓഫ് വേജിനെയാണ് നമ്മൾ നോമിനൽ വേജ് എന്ന് പറയുന്നത്. ഇനി ഈ ജോബിൻ്റെ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവീസിൻ്റെ വർത്ത് അനുസരിച്ചായിരിക്കും. അയാൾ ആ ചെയ്യുന്ന ജോലിയുടെ മൂല്യം അനുസരിച്ചാണ് ഈ നോമിനൽ വേജ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ആ ചെയ്യുന്ന ജോലിക്കേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവാവണമെന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, ഇന്ന ഹോസ്പിറ്റലിൽ ഇത്ര സമയത്തേക്ക് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു ഫിക്സഡ് സാലറി ഒന്നുമല്ല, ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിന് നോക്കുന്നപ്പോൾ അവർക്ക് ഇത്ര പേയ്മെൻറ്റ് കൊടുക്കും. ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമുക്കല്ല ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ശരി, അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്കാണ് കൊടുക്കുന്നതെങ്കിലും ആ കിട്ടുന്ന ഒരു 1 അവർ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോമിനൽ വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ വർത്ത് അനുസരിച്ച് കാശ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അപ്പോൾ ഈ വേജ് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് മാറും. ആ ജോബിൻ്റെ ലേബറിൻ്റെ അവൈലബിലിറ്റി, ആ ജോബ് ചെയ്യാൻ ലേബർ അതായത് ജോലിക്കാർ ഇനഫ് ഉണ്ടെങ്കിൽ വേജ് കുറയും, അല്ലെങ്കിൽ അത് കിട്ടാൻ പാടാണെങ്കിൽ ആ വേജിൻ്റെ റേറ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്ഥലം, ഓരോ സ്ഥലങ്ങളിലും ആ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് വേജിനെയാണ് നമ്മൾ നോമിനൽ വേജ് എന്ന് പറയുന്നത്. നൗ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേജ് ഈസ് കാൾഡ് റിയൽ വേജ്. ഇപ്പോൾ റിയൽ വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ സാലറി നമുക്ക് വാങ്ങുന്നുണ്ട്. ബട്ട് ആ കിട്ടുന്ന വേജ് ആ തരുന്ന സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മൾ ആ ജോലി ചെയ്യുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരാൻ എനിക്ക് കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, അങ്ങനെ നഷ്ടമാവുന്നുണ്ട്. പിന്നെ ആ ചെയ്യുന്ന ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു യൂണിഫോം
ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് വാങ്ങുന്നതിന് കുറച്ച് കാശ് ചിലവാകുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച് അവിടെ നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ അങ്ങനെ എനിക്ക് വാടക ഇനത്തിൽ പോകുന്നുണ്ട്. ആ വാടക അവിടുത്തെ ഇലക്ട്രിസിറ്റി ചാർജ് പോകുന്നുണ്ട്, അവിടുത്തെ വെള്ളത്തിൻ്റെ ചാർജ് പോകുന്നുണ്ട്, അങ്ങനെ കുറേ എമൗണ്ട് പോകുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോഴത്തേനും എന്ത് വരുന്നുണ്ട്, നമുക്ക് സാനിറ്റൈസറിൻ്റെ ആവശ്യം വരുന്നുണ്ട്, എനിക്ക് മാസ്ക് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ആ ജോലിയുടെ ഭാഗമായിട്ട് കുറേ അധികം ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ നോമിനൽ വേജ് ആണെങ്കിൽ നമുക്ക് ഇതിനൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇവിടെ റിയൽ വേജസ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം ചിലവുകൾ വരുന്നുണ്ടോ അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളും. അതായത് നമ്മുടെ ജോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റോൾ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെയ്യുന്ന ജോലിയുടെ വേജിനോടൊപ്പം തന്നെ ആ ജോലിക്ക് ആവശ്യമുള്ള, അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ആ ജോബിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവും കൂടെ കമ്പനി വഹിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തുള്ളൊരു വേജ് ആയിരിക്കും കൊടുക്കുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് വേജസ് ഈസ് കോൾഡ് റിയൽ വേജസ്. That is, the real wages includes the amount needed to meet the necessities, comforts, luxuries and cash payments which a worker can get in return of his effort and work. For example, uniforms, essential commodities, housing with free water and electric supply, conveyance and other such facilities are generally provided by the factory in addition to the money in cash. All these amount as a whole is considered as real wages. ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നോമിനൽ വേജും റിയൽ വേജും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി അടുത്തത് നോക്കാം. ദാറ്റ് ടൈപ്പ് ഓഫ് വേജ് ഈസ് കോൾഡ് ലിവിങ് വേജ്. തേർഡ് വൺ ആണ് ലിവിങ് വേജ് എന്ന് പറയുന്നത്. ഈ ലിവിങ് വേജ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ റിയൽ വേജ് പോലെ തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ കുറച്ചുകൂടെ വന്നു. അതായത് റിയൽ വേജസിൽ എന്താണ് പറയുന്നത്, അതായത് നമുക്ക് അവിടെ കിട്ടുന്ന ആ ജോബിൻ്റെ ആ വേജിനോടൊപ്പം തന്നെ ആ ജോബ് ചെയ്യുന്നതിന് നമുക്ക് എന്തെല്ലാം ചിലവുകൾ വരുന്നുണ്ടോ അതെല്ലാം വരും. അപ്പോൾ ലിവിങ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോബിൽ കിട്ടുന്ന സാലറിക്ക് പുറമേ തന്നെ നമ്മുടെ ഫാമിലിയിൽ വരുന്ന ചിലവുകൾ, അതായത് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ, മക്കളുടെ എഡ്യൂക്കേഷൻ, ഫുഡ്, ക്ലോത്ത്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലിയിൽ ഒരു ആർക്കെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേ, നമുക്ക് പല കമ്പനികളും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്സൊക്കെ എന്താണ്, അവർ ഷൂ മേടിക്കാൻ പോകുമ്പോൾ തന്നെ ഷൂവിൻ്റെ ബില്ല് വാങ്ങി വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ബില്ല് വാങ്ങി വെച്ചതെന്ന് പറഞ്ഞപ്പോൾ അതായത് ഒരു വർഷം ഇത്ര ഷൂ മേടിക്കാനുള്ള കാശും അവർക്ക് കിട്ടുന്നുണ്ട്. ബാങ്കിന് മാത്രമല്ല, വേറെ പല നല്ല മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിലും ശരി, പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും നമ്മുടെ പല IT കമ്പനീസിലും ഇൻഫോസിസിലും TCSലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പല ഇങ്ങനെ കുറേ എക്സ്ട്രാ അലവൻസുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിവിങ് വേജ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് ഫെയർ വേജ്. അപ്പോൾ ഞാൻ ഈ ഫെയർ വേജ് പറയുന്നത് അടുത്ത് ഒരു മിനിമം വേജ് ഉണ്ട്, ഫിഫ്ത്ത് വൺ. ഈ വേജ് പറഞ്ഞതിന് ശേഷം ഫോർത്ത് വൺ പറയാം. അപ്പം കുറച്ചുകൂടെ ഫോർത്ത് വൺ ഈസി ആവും. അല്ലെങ്കിൽ ഈ മിനിമം വേജ് എന്താണെന്ന് അവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് മിനിമം വേജ് എന്താണെന്ന് നോക്കാം. സോ മിനിമം വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ എംപ്ലോയീസിനെയൊക്കെ ചീറ്റ് ചെയ്യുന്നുണ്ട് എംപ്ലോയർ. അത് ചീറ്റ് ചെയ്യുന്നതാവാം, അതല്ല എങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളത്, കാരണം വളരെ തുച്ഛമായ സാലറികൾ കൊടുക്കുന്ന നമുക്കറിയാം. പല കൺസ്ട്രക്ഷൻ കമ്പനികളും ഈ 2500-3000 രൂപ സാലറിക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, BTech കഴിഞ്ഞവരെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ കമ്പനിക്ക് അത് കുറച്ചുകൂടെ സാലറി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. എന്താണ് കാരണം, നമുക്ക് ഒരുപാട് എംപ്ലോയീസ് അവർക്ക് കിട്ടും. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് എങ്കിൽ, ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരാൻ അടുത്തൊരാളുണ്ട്. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതെന്ത് ചെയ്യും, എംപ്ലോയർ അത് ചൂഷണം ചെയ്യാൻ നോക്കും. നീ പോയാൽ എനിക്ക് വേറൊരാൾ കിട്ടും, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഈ തരുന്ന ചെറിയ കാശ് കൊണ്ട് ജോലി ചെയ്യണം. അതൊരു ക്രൈറ്റീരിയ, അതൊരു കാരണം.
അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്, അതായത് ഇത്രയും കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പൊസിഷൻ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഈ പല സെയിൽസ് എക്സിക്യൂട്ടീവ്സൊക്കെ ഉണ്ടാവും, ഇപ്പോൾ കാറിൻ്റെയൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ്, അവർക്കൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, ഒരു 5,000-6,000 രൂപയ്ക്ക് മന്ത്ലി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ വളരെ കുറച്ച് സാധനങ്ങളെ സെയിലാവുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് എന്താണ് അത്രയേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഒരുപാട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ആ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒരുപാട് വില കയറ്റി വിൽക്കണം, അത് വീണ്ടും നഷ്ടത്തിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം ആ ഒരു ഇൻഡസ്ട്രിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് അത്രയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് കാരണങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് എംപ്ലോയർ ചീറ്റ് ചെയ്യുന്നത്, കൊടുക്കാൻ കഴിവുണ്ടെങ്കിലും കൊടുക്കാതെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇൻഡസ്ട്രിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് അത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു കാരണം കൊണ്ടാണ് കുറച്ച് സാലറി കൊടുക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മുടെ ഗവൺമെൻറ് കൺസിഡർ ചെയ്തുകൊണ്ട് രണ്ട് പേർക്കും പ്രശ്നം വരാതിരിക്കാൻ, അതായത് എംപ്ലോയറിനും എംപ്ലോയിക്ക്, ഇപ്പോൾ എംപ്ലോയിക്കാണേലും ശരി ഒരു 2,500 രൂപ കൊണ്ട് ഒരിക്കലും ആ എംപ്ലോയിക്ക് ഒരു മാസത്തെ ചിലവ് നമുക്ക് കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ എംപ്ലോയിക്ക് മിനിമം അയാളുടെ ഫുഡിൻ്റെയും അയാളുടെ ഡ്രസ്സിൻ്റെയും, മക്കളുണ്ടെങ്കിൽ മക്കളുടെ ചിലവിൻ്റെയും എല്ലാം കൂടെ കാണാൻ മിനിമം ഒരു എമൗണ്ട്, അത് എനിക്ക് തോന്നുന്നു ഒരു 10,000 11,000 എന്തോ ആണ് ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ ആക്ട് പറഞ്ഞത് 1948, അതായത് മിനിമം വേജ് ആക്ട് എന്നാണ് പറയുന്നത്. ആ ആക്ട് പ്രകാരം ഒരു മിനിമം വേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ വേജിനെയാണ് നമ്മൾ മിനിമം വേജ് എന്ന് പറയുന്നത്. സോ ഈ ആക്ട് പ്രകാരം നമുക്ക് കൺട്രിയുടെ പല സ്ഥലത്തും ഓരോരോ റൂൾസാണ് വെച്ചിരിക്കുന്നത്. എല്ലായിടവും ഒരുപോലെ അല്ല വെച്ചിരിക്കുന്നത്, എന്നാലും ഒരു മിനിമം വേജ് ഫിക്സ് ചെയ്ത് പറയുന്നുണ്ട്. സോ ആ വേജിനെയാണ് എന്തെന്ന് പറയുന്നത് മിനിമം വേജ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനൊരു ഫിക്സഡ് മിനിമം വേജ് വെക്കാണ്ടതിൻ്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്റ്റ് ദ ലോ വേജ് ഏണേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഹൂസ് കണ്ടീഷൻസ് ആർ മെറ്റീരിയലി അൺസാറ്റിസ്ഫാക്ടറി. അതായത് നമുക്ക് ലോ വേജ് ഏണേഴ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവരെ കൊണ്ട് അവരുടെ കപ്പാസിറ്റിക്ക് കൊണ്ട് ഇതിനപ്പുറം മേടിക്കാൻ പറ്റത്തില്ല. ഇനി എങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ എഡ്യൂക്കേഷൻ അത്രത്തോളം ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ടു സെക്യൂർ എ വേജ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ദ വർക്ക് ഡൺ. അതായത് എക്സ്പ്ലോയിറ്റേഷൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, BTech, MTech, MBA, ഡെൻ്റൽ ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരു 99% ഓഫ്, അതായത് 90% ഓഫ് ആൾക്കാരും ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഒരുവിധപ്പെട്ട കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും എംപ്ലോയീസിൻ്റെ അവൈലബിലിറ്റി അവർക്കുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതായത് ഒരാളെ മാറ്റിയിട്ട് ഇപ്പോൾ ഇന്ന ജോബ് ചെയ്യാൻ ആളില്ലെങ്കിൽ അടുത്തൊരാൾ നമുക്കുണ്ട്, നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അങ്ങനൊരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഈ മിനിമം വേജ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് വൺ, ടു പ്രൊമോട്ട് പീസ് ഇൻ ദ ഇൻഡസ്ട്രിയിലൊരു പീസ്, സമാധാനം. അതായത് നമ്മുടെ ബേസിക് നീഡ്സ് ഒരാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനകത്ത് ആ എംപ്ലോയീസ് ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ ആ ഇൻഡസ്ട്രിക്കകത്തും പ്രശ്നങ്ങൾ എംപ്ലോയിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം. അങ്ങനെ മിനിമം വേജ് കിട്ടിയില്ലെങ്കിൽ അടുത്തെന്ത് ചെയ്യണമാണ്, വേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞതുപോലെ ടു ഇംപ്രൂവ് നോർമൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് എംപ്ലോയിയുടെ നോർമൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് മിനിമം വേജിനെ പറ്റി പറയാനുള്ളത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയർ വേജ് ആണ്. അപ്പോൾ നമ്മളിതുവരെ എത്ര ടൈപ്പ് നോക്കി? ഫസ്റ്റ് നോമിനൽ വേജ്. വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ജോലിക്ക് മാത്രം കൊടുക്കുന്ന വേജിനെയാണ് നോമിനൽ വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിയൽ വേജ് എന്ന് പറയുമ്പോൾ ജോലി കൂടാതെ തന്നെ ആ ജോലി നമുക്ക് നിറവേറ്റുന്നതിന് വേണ്ടി ഒരുപാട് അധിക ചിലവുകളുണ്ട്. ആ ചിലവൂടെ കയറി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വേജിന് നമ്മളെന്ന് പറയും, റിയൽ വേജ് എന്ന് പറയും. പിന്നെ വന്നത് എന്തായിരുന്നു, ലിവിങ് വേജാണ്. അതായത്
എക്സ്ട്രാ ഇതും പോരാതേന് നമുക്ക് എക്സ്ട്രാ വീണ്ടും നമ്മുടെ ഡെയിലി ജീവിതത്തിൽ വരുന്ന മറ്റ് ഫാമിലി ചിലവുകളും ബാക്കി ചിലവുകളും കൂടെ ഉൾക്കൊള്ളുന്ന വേജാണ് ലിവിങ് വേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേജാണ് എന്തെന്ന് പറയുന്നത്, മിനിമം വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫെയർ വേജ് എന്ന് പറയുന്നു. സത്യത്തിൽ ഈ ഫെയർ വേജ് എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് വേജ് അല്ല. അതായത് വേജ് അതിൻ്റെ ആ റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഏറ്റവും കുറച്ച് കൊടുക്കേണ്ട വേജ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത് എന്താണ്, അയാളുടെ മിനിമം വേജാണ്. ആ മിനിമം വേജിനും ലിവിങ് വേജ് ഏറ്റവും മാക്സിമം വരുന്ന വേജ് എന്ന് പറയുന്നത് ലിവിങ് വേജ്. അതായത് ലിവിങ് വേജിൽ എല്ലാം കവർ ആവണമുണ്ട്, അയാളുടെ നീഡ്സ് പ്ലസ് ജോലിക്ക് വേണ്ട നീഡ്സ് പ്ലസ് ഫാമിലി നീഡ്സ്, അതിനെയാണ് ആ മാക്സിമം വരുന്ന വേജാണ് ലിവിങ് വേജ് എന്ന് പറയുന്നത്. ഈ മിനിമം വേജിനും ലിവിങ് വേജിനും ഇടയ്ക്ക് വരുന്ന ഏതൊരു വേജിനെയും നമുക്ക് ഫെയർ വേജ് എന്ന് പറയാം. ആ ഫെയർ വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ വേജ് വിച്ച് മസ്റ്റ് ബി ഫെയർ ഫോർ ദ വർക്ക് ഓഫ് എ വർക്കർ ആൻഡ് ഷുഡ് പ്രൊവൈഡ് ഹിം വിത്ത് അതർ നെസസിറ്റീസ് ഓഫ് ലൈഫ് ഇൻ അഡീഷൻ ടു ദ ഫുഡ് ഫോർ ദ ഫാമിലി. അതായത് അയാളുടെ വർക്കിനനുസരിച്ച് ഫെയർ ആയിട്ടൊരു സാലറി കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഫാമിലിയിൽ വേണ്ട അഡീഷണൽ നെസസിറ്റീസിനുള്ള വേജും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വേജാണ് എന്തെന്ന് പറയുന്നത്, ഫെയർ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫെയർ വേജ് എന്ന് പറയുന്നത് എന്താണ്, ദ റേറ്റ് ഓഫ് ദ ഫെയർ വേജ് റേഞ്ചസ് ബിറ്റ്വീൻ ദ മിനിമം വേജ് ആൻഡ് ദ ലിവിങ് വേജ്, ബട്ട് ബിറ്റ്വീൻ ദീസ് ടു വേജസ് ദ ആക്ച്വൽ വേജ് വിൽ ഡിപ്പെൻഡ് ഓൺ. അതായത് അപ്പോൾ ഇതിനും ഇടയ്ക്കാണ്, മിനിമം വേജിനും ലിവിങ് വേജിനും ഇടയ്ക്കാണ് എന്ത് വരുന്നത്, ഫെയർ വേജ് വരുന്നത്. ആ ഫെയർ വേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദ വർക്കർ. ആ ഒരു വർക്കറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത് ഈ അയാൾക്ക് കൊടുക്കുന്ന ഫെയർ വേജിന് തീരുമാനിക്കും. നെക്സ്റ്റ് വൺ റേറ്റ്സ് ഇൻ ദ സറൗണ്ടിങ് ഏരിയ. അതായത് ആ ഒരു ചുറ്റുപാടിൽ ഇയാൾ ചെയ്യുന്ന ജോലിക്ക് എന്താണോ കൊടുക്കുന്നത് അതും ഒരു ഫാക്ടറായിരിക്കും. നെക്സ്റ്റ് വൺ ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നാഷണൽ ഇൻകത്തിനെ നമുക്ക് തീരുമാനിക്കും. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്ന ഒരു ജോലിക്ക് കൊടുക്കുന്ന സാലറി അല്ല വേറൊരു രാജ്യത്ത് കൊടുക്കുന്നത്, കാരണം അവിടുത്തെ നാഷണൽ ഇൻകം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻകം ഡിസ്ട്രിബ്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്യും ഈ ഫെയർ വേജ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വൺ ദ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി. നമ്മുടെ ആ ഒരു കൺട്രിയിലെ എവിടെയാണ് ആ ഇൻഡസ്ട്രി ഇരിക്കുന്നു എന്നുള്ളത് ഈ ഫെയർ വേജിനെ തീരുമാനിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ദ ബാർഗെയിനിങ് പവർ ഓഫ് ദ എംപ്ലോയി ആൻഡ് ദ എംപ്ലോയർ. ഇപ്പോൾ ഈ വേജ് ഇപ്പോൾ എൻ്റെ ഫെയർ വേജ് തീരുമാനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വേജ് പറയുമ്പോൾ എന്താണ് ഒരു ചെറിയൊരു ബാർഗെയിനിങ് എംപ്ലോയർ ഭാഗത്തു നിന്നുണ്ടാവും. മനസ്സിലായില്ലേ? എനിക്ക് ചിലപ്പോൾ ഇത്ര വേജ് ആയിരിക്കും എനിക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്തു, എൻ്റെ ഒരു കഴിവുകൾ വെച്ചിട്ട് ഞാൻ ബാർഗെയിൻ ചെയ്തു. അപ്പോൾ ആ ബാർഗെയിനിങ് അതിന് യോഗ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ വേജ് തരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എൻ്റെ ഫെയർ വേജ് അങ്ങനെ ഫിക്സ് ചെയ്യും. അതല്ല എങ്കിൽ ഒരു വേജ് എംപ്ലോയറിന് അതിപ്പോൾ എംപ്ലോയിയുടെ കഴിവ് വെച്ചാണ് ബാർഗെയിൻ ചെയ്ത് കൂടുതൽ മേടിച്ച്, അതുപോലെ തന്നെ എംപ്ലോയർ ഇന്നൊരു വേജ് ഫിക്സ് ചെയ്ത് വെച്ചേക്കും. എന്നാൽ പോലും ആ എംപ്ലോയറുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി അനുസരിച്ച് ആ വേജിന് എന്ത് ചെയ്യും, എംപ്ലോയിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് തന്നെ കുറയ്ക്കും. മനസ്സിലായോ? കുറയ്ക്കും. പക്ഷേ കുറയ്ക്കുമ്പോൾ എന്താണ്, അത് എംപ്ലോയിയെ കൺവിൻസ് ചെയ്യണം, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവണം, അങ്ങനെ കുറച്ച് കൊടുക്കണം. അപ്പോൾ അതും ഈ ഫെയർ വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 5 എണ്ണം. ഇത്രയാണ് 5 ടൈപ്പ് ഓഫ് വേജസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ നോമിനൽ വേജ് ആയിരുന്നു, പിന്നെ റിയൽ വേജ് പഠിച്ചു, പിന്നെ ലിവിങ് വേജ് പഠിച്ചു, പിന്നെ മിനിമം വേജ് പഠിച്ചു, ആൻഡ് ഫൈനലി ഫെയർ വേജ്. ഓക്കെ.